ധന്യ ചാനൽ റേറ്റിംഗിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തിന് വേണ്ടി പൊരിഞ്ഞടി നടക്കുകയാണ്. അപ്പോൾ റേറ്റിംഗ് ആണ് പലരുടെയും പ്രധാനം. അപ്പോൾ റേറ്റിങ്ങിന് വേണ്ടി എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിപ്പോൾ കുട്ടിക്കരണം അറിയണമെന്ന് വെച്ചാൽ അതിനും തയ്യാറാണ് അവതാരകർ. പക്ഷേ ഈ പറയുന്ന വാക്കുകളിൽ മിതത്വം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു മരണമുഖത്ത് അല്ലെങ്കിൽ ഒരാൾ മരിച്ച് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ മിതത്വം പാലിക്കേണ്ടതാണ്. പക്ഷേ റിപ്പോർട്ടർ ടിവിയുടെ അവതാരകൻ അരുൺകുമാർ, അദ്ദേഹം നേരത്തെ ഒന്ന് എയറിലായത്, ഏറ്റവും കൂടുതൽ എയറിലായത് മറ്റേ നമ്മുടെ ശബരിമല വിഷയത്തിൽ അതിവൈകാരികത ഉണ്ടാക്കിയ സമയത്താണ്. പിന്നീട് അദ്ദേഹം എയറിലായത് 24 ചാനലിൽ മറ്റേ മരമുറി കേസ്, അതിൻ്റെ വീരപ്പൻ എന്ന് പറയുന്ന ലോറിയിൽ വന്നിറങ്ങി കാടിളക്കി സാധനം ചെയ്ത ഈ ചങ്ങാതി അതേ ശരീരഭാഷയോടുകൂടി തന്നെ അതേ ചാനലിൽ അതേ മുതലാളിക്ക് വേണ്ടി വീരവാദം പറയുന്നു. അതാണ് ആ മുതലാളിയുടെ മിടുക്ക്. അതെ, എന്നെ പറഞ്ഞവൻ അങ്ങനെ ഇപ്പം അല്ല, എന്റെ പൈസ വാങ്ങിച്ചു തന്നോ. അപ്പോൾ നിലപാടുകളിലും പ്രതിഭയിലും അല്ലെങ്കിൽ പ്രൊഫഷണലിസത്തിലും ഒക്കെ അരുൺകുമാർ ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അങ്ങേര് ഇപ്പോൾ VS അച്യുതാനന്ദനെ ചാരി ഉമ്മൻചാണ്ടിയെ മോശക്കാരനാക്കാൻ നോക്കി എന്നുള്ളതാണ് ഇപ്പോൾ അതിനെ അതിരൂക്ഷമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഓരോരുത്തരും. കോൺഗ്രസ്സുകാരും മാത്രമല്ല, പല രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ പോലും പറയുന്നത് ഒരു സാമാന്യ മര്യാദയില്ലേടേ, ഈ ഒരു സമയത്ത് പെരുമാറേണ്ട ഒരു രീതിയില്ലേ, ആ രീതി അനുസരിച്ച് നമ്മൾ പെരുമാറേണ്ട. ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയം അരുൺകുമാറൊക്കെ ഒരു പക്ക കമ്മിയാണ്, അന്തം കമ്മി മാധ്യമ പ്രവർത്തനാണ് അരുൺകുമാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ അവരുടെ രാഷ്ട്രീയം ഈ സമയത്തല്ല പുറത്ത് കാണിക്കേണ്ടത്. അതിനവർക്ക് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അവരുടെ രാഷ്ട്രീയം ഛർദ്ദിക്കാനായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചേക്കുന്നത്. ആ പ്രോഗ്രാമിൽ ഛർദ്ദിച്ചാൽ പോരെ. എന്തിനാണ് VSന്റെ വിലാപയാത്രയിൽ VSനെ കൂടെ ആ മരണപ്പെട്ട് കിടക്കുന്ന ആൾക്കുകൂടി അനാദരവ് ഉണ്ടാക്കുന്ന രീതിയിൽ അരുൺകുമാർ പ്രവർത്തിച്ചത് ഒട്ടും ശരിയായില്ല. അതിനെതിരെ വലിയ വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ചാണ്ടി ഉമ്മൻ നല്ല ശക്തമായ ഭാഷയിൽ പറഞ്ഞിരുന്നു. അതായത് സ്വന്തം പിതാവിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനാണ് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത്. ഇപ്പം മറ്റാരൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, ഉണ്ണിത്താൻ, ഇവർ 3 പേരുമാണ് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് മുട്ട നല്ലതാണ്, പക്ഷെ ചീമുട്ടയായ എന്ന് പറഞ്ഞിട്ട് കോഴിമുട്ടയുടെ ഒരു ഫോട്ടോയും കൂടെ വച്ചുകൊണ്ടാണ് അദ്ദേഹം അരുൺകുമാറിനെതിരെ, അതായത് അരുൺകുമാറും പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായാണ് ഉമ്മൻചാണ്ടിയെ കുത്തിയത്. അതുപോലെ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരോക്ഷമായി നല്ല ഒന്നാന്തരം അടി, വെറുതെ പോയ ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്നൊക്കെ പറയുന്ന ഇതാണ്. വെറുതെ ഭയങ്കര ഞാൻ എന്തോ അങ്ങനെ സംഭവമായിരിക്കാം. ഒരു മുട്ട എന്റെ ട്രേഡ് സീക്രട്ട് ആണെന്ന് പറഞ്ഞാൽക്ക് അത് മുട്ടയുടെ പേരിലുള്ള ഒരു ട്രോളും അതെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിരവധി കോൺഗ്രസ് ആളുകളാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ അരുൺകുമാറിനെതിരെയുള്ള പ്രതിഷേധ രേഖപ്പെടുത്താൻ, അരുൺകുമാർ മാപ്പ് പറയണം, കത്തോലിക്ക സഭയെ അപമാനിച്ചു, മരിച്ചുപോയ ഒരാളെ അപമാനിച്ചു, അദ്ദേഹത്തിന്റെ കല്ലറയെ അപമാനിച്ചു, അരുൺകുമാറിനെ മാപ്പ് പറയണം, ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് കുറെ കമന്റുകളൊക്കെ ആ രീതിയിൽ വന്നിട്ടുണ്ട്. കാരണം അത്രയും മോശപ്പെട്ട രീതിയിലാണ് അദ്ദേഹം ആ വിലാപയാത്രയിൽ സംസാരിച്ചത് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ VT ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മരണപ്പെട്ട പ്രിയപ്പെട്ടവരോട് ആദരവ് പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും. ചിലർ മുഷ്ടി ചുരുട്ടും, ചിലർ മുദ്രാവാക്യം വിളിക്കും, ചിലർ പൂക്കളർപ്പിക്കും, ചിലർ മെഴുകുതിരി കത്തിക്കും, ചിലർ മൗനമായി നിൽക്കും, ചിലർ നോമ്പ് നോൽക്കും, ചിലർ ബലിയിടും, ചിലർ അനുസ്മരണ സമ്മേളനം നടത്തും, ചിലർ അന്നദാനമോ ചാരിറ്റി പ്രവർത്തനങ്ങളോ നടത്തും. അവരുടെ വിശ്വാസവും ശീലങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഓരോ രീതിയിലേക്കും അവരെ നയിക്കുന്നത്. മറ്റുള്ളവരെ നേരിട്ട് ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം അതിലെ ശരി തെറ്റുകളും യുക്തിയുമൊക്കെ അത് ചെയ്യുന്നവർ മാത്രം തീരുമാനിക്കേണ്ട കാര്യമാണ്. പുറത്തു നിന്നൊരാൾ ഇതിലൊക്കെ ഇടപെടുന്നതും വിധി പ്രഖ്യാപിക്കുന്നതും പരിഹസിക്കുന്നതും അല്പത്തരവും ജനാധിപത്യ വിരുദ്ധവുമാണ്. ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ കുറച്ചുകൂടി സാമാന്യ മര്യാദകൾ പുലർത്തുന്നത് നല്ലതാണ്. ഈ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ സുജയ പാർവതി കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞതൊക്കെ ആ സമയത്ത് വലിയ ട്രോളായിരുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അന്ന് കാണിച്ച പുകിലെന്ന് പറയുന്ന അത് വേറൊരു രീതിയിൽ. ഇവർ ഈ മരണത്തെ റേറ്റിംഗിന്റെ ഒരു സംഭവമാക്കി മാറ്റുകയാണ് ഈ ചാനലുകാർ. എനിക്ക് തോന്നുന്നു മറ്റ് ചാനലുകാരും ഇത്രയും ഒരു ഷോ ഓഫ് കാണിക്കുന്നില്ല. ഇവരെ പോലെ ഇത്രയും ഇത്തവണ ഏഷ്യനെറ്റ് ആണ് വീണ്ടും 90 പോയിന്റോടുകൂടി നമ്പർ 1 ആയത്. റിപ്പോർട്ടർ 82ഓടുകൂടി 2ാം സ്ഥാനത്തുണ്ട്, 24 3ാം സ്ഥാനത്ത് 80 പോയിന്റോടുകൂടി. പക്ഷെ എന്തിനാണ് ഇവർ ഈ നാടകം കളിച്ച് എന്തിനാണ് ഇവർ ഈ ഷോ ഓഫ് കാണിച്ച് ഇങ്ങനെ റേറ്റിംഗിൽ 1ാമതെത്തുന്നതെന്നാണ് ചോദിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്. ഇപ്പോ ഇതൊക്കെ മറിയ ഉമ്മ കേൾക്കുമ്പോ
ഉമ്മൻചാണ്ടിയുടെ ഭാര്യ, അവർക്കുണ്ടാവുന്ന ഒരു വേദനയൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? വീണ്ടും ആവശ്യമില്ലാത്തടത്ത് അവരുടെ ഭർത്താവിനെ വലിച്ചിഴച്ചിട്ട് ആരെയും വിശുദ്ധരാക്കുന്നില്ല, കല്ലറയിൽ മെഴുക, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അവരുടെ വിശ്വാസം അനുസരിച്ച് അവരടക്കുന്നത് അല്ലെങ്കിൽ സംസ്കരിക്കുന്നത് കല്ലറയിലാണ്. അതിപ്പോ VS-നെ സംബന്ധിച്ചിടത്തോളം VS കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് അവർക്ക് ഈ രീതികളില്ല. അല്ലെങ്കിൽ അരുൺകുമാർ കുടം പൊട്ടിച്ചതിന് ശേഷം തീ കൊളുത്തുക എന്നുള്ള ഒരു ചടങ്ങുണ്ട്. ഇവർക്ക് അതില്ല. അത്രേ ഉള്ളൂ സംഭവം. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, അതനുസരിച്ച് പോകുന്നവർ പൊക്കോട്ടെ എന്നുള്ളതല്ല, വീണ്ടും അതിനെ ചൊറിയുക എന്നുള്ളതാണ് അരുൺകുമാറിന്റെ ഒരു രീതി. ചൊറിയുകയല്ല, ഇത് കുറെ പേർ എടുത്ത്, ഇപ്പൊ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ എടുത്ത് വാർത്തയാക്കി, പല മാധ്യമങ്ങളും ഇത് വാർത്തയാക്കുന്നു, പല യൂട്യൂബേഴ്സും ഇത് വാർത്തയാക്കുന്നു. സ്വാഭാവികമായി റിപ്പോർട്ടർ ചാനൽ എന്ത് പറഞ്ഞു എന്നുള്ളത് കേൾക്കാൻ അതിലേക്ക് ആളുകൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു. ഇവർ ഉദ്ദേശിച്ചത് ഒരു അജണ്ടയാണ്, അജണ്ടയുടെ ഭാഗമാണിത്. വെറുതെ വായിൽ നിന്നൊന്നും വന്നതല്ല. ഇതിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്, ആ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇവർ കൃത്യമായി നടപ്പിലാക്കി. ഇപ്പോൾ എന്താണ് ആ വാർത്തയെന്ന് കേൾക്കാനായി കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായരുടെ നാക്കുപിഴ പ്രേംലാലേട്ട അത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ ഉണ്ടോ? ഇതാണ്, ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ വാർത്തകളിൽ വരുമ്പോൾ എന്താണ് അരുൺകുമാർ പറഞ്ഞതെന്ന് കേൾക്കാൻ അവരുടെ ചാനലിൽ ആ വാർത്ത ക്ലിക്ക് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് വച്ചിരിക്കുന്നത് ആരെങ്കിലും കാണും. സ്വാഭാവികമായിട്ടും അവർക്ക് അതിൽ റീച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർ കളിക്കുന്ന നാടകമാണ്. പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണെങ്കിലും അവരുടെ നാടകം വിജയിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും മര്യാദയുള്ള നാടകങ്ങളല്ല എന്ന് മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ആൾക്കൂട്ടമായി ഒരാൾ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാറുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ സാറാണെന്ന്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ 2ാം അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്ത് വെച്ച് നടന്നത്. KPCC ഒരു അനുസ്മരണ സമ്മേളനം പ്രഖ്യാപിച്ച് പന്തൽ കെട്ടി ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 10,000-കണക്കിന് മനുഷ്യരാണ് എത്തിയത്. ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി ആളെ കൂട്ടിയിട്ട് വാഹനം ക്രമീകരിച്ചു വന്ന ജനാവലി അല്ല അത്. ആ വന്നവർ അത്രയും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടുവന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണശേഷവും കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ഉമ്മൻചാണ്ടി സാറാണ് എന്ന് തെളിയിക്കപ്പെട്ട ദിവസമായിരുന്നു അത്. സാറിന്റെ ഓർമ്മ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും 100 കണക്കിന് മനുഷ്യർ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുതുപ്പള്ളി സാറിന്റെ കല്ലറയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ചിലർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം, ചിലർ നിറകണ്ണുകളോടെ നിൽക്കുന്നത് കാണാം, ചിലർ കൈകൂപ്പി ഇരിക്കുന്നത് കാണാം. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിലാണ് സാറിനെ അനുസ്മരിക്കുന്നത്. എന്നാൽ ഏറ്റവും കൗതുകമായി തോന്നിയിട്ടുള്ളത് ചിലർ സാറിന്റെ കല്ലറയിലെത്തി അവരുടെ ആവലാതികൾ അപേക്ഷകളായി സമർപ്പിക്കുന്നത് കാണുമ്പോഴാണ്. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്നവർ വിവേകശൂന്യരായിട്ടല്ല, ഒരുപക്ഷെ അത് അവർക്കൊരു ആശ്വാസമായിരിക്കാം. അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ഇവിടെ നിന്ന് കടന്നുപോയവർക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത യാചിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരിക്കാം. ജീവിച്ചിരിക്കുന്ന ഭരണാധികാരിയേക്കാൾ ജനത്തിന് വിശ്വാസം മരണപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആയതുകൊണ്ടാകാം ആ മനുഷ്യന്റെ കല്ലറയിലേക്ക് ജനങ്ങൾ പ്രവഹിക്കുന്നതും അസൂയാലുക്കൾ വിഷം വമിപ്പിക്കുന്നതും. ഉമ്മൻചാണ്ടി സാറിനെ മരണശേഷവും ആശ്രയിക്കുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് നിങ്ങൾ എത്ര പെയ്ഡ് അപരാധങ്ങൾ പറഞ്ഞാലും അവരുടെ മുന്നിൽ നിങ്ങൾ അപഹാസ്യരേ ആകൂ. ഉമ്മൻചാണ്ടി എന്ന സ്നേഹ സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങളുടെ TRPക്ക് കരുത്തുണ്ടാകില്ല. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കും, ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മകളും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. വചനം മത്തായി 5:11. ഇതിന് വിശദീകരണവുമായി അരുൺകുമാർ എത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അവഹേളിച്ചെന്ന ആരോപണം കടുത്തതോടെ ആരോപണത്തിന് മറുപടിയായി അരുൺകുമാർ രംഗത്ത് വന്നു. താൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്നാണ് അരുൺകുമാർ പറയുന്നത്. തനിക്ക് അയച്ചു തന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുകയാണ് ചെയ്തത്. തികച്ചും ഭൗതികവാദിയായ VS-നെ കുറിച്ചാണ് പറഞ്ഞത്. മുമ്പ് VS-ന് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അതിന് VS മറുപടി നൽകിയത് അച്ഛനും അമ്മയും ചെറുബാല്യത്തിൽ നഷ്ടമായപ്പോൾ പിന്നെ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്നായിരുന്നു. VS-ന്റെ മരണശേഷം ഭൗതികവാദിയായ അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ ഭക്തിയോടെ ആരും വരില്ലെന്നാണ് ഉദ്ദേശിച്ചത്. നേതാവിന്റെ ഭക്തന്മാരാകുന്നത് അടിമത്വത്തിന്റെ ലക്ഷണമെന്നാണ് അംബേദ്കർ സൂചിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കോൺഗ്രസുകാർക്ക് പ്രചോദനമല്ലേ? അതിന്റെ പേരിൽ ആരാധനാലയങ്ങൾ ഉയരുന്നതും അതൊരു ഭക്തിയായി മാറുന്നതും അടിമത്വമാണ്. ആ നിലപാടാണ് തനിക്കുള്ളത്. മറിച്ച് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാകുമെന്നും അരുൺകുമാർ പറയുന്നു. താൻ പറഞ്ഞത് VS-നെ കുറിച്ച് മാത്രമാണ്. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് അരുൺകുമാർ പറയുന്നത്. മെഴുകാണല്ലേ?
എടേ ഞങ്ങളൊക്കെ തിന്നുന്നത് ചോറി എന്നടേ, ഞങ്ങള് തിന്നുന്നത് ചോളവും മറ്റേ ഗോതമ്പും മറ്റേതൊന്നും അല്ല, ഞങ്ങൾ ചോറി തന്നെ തിന്നുന്നത്. മാങ്കൂട്ടത്തിൽ പറഞ്ഞ വാക്കുകളാണ് പ്രസക്തം. അതായത് ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയേക്കാൾ മരിച്ചുപോയ മുഖ്യമന്ത്രിയിൽ ആശ്വാസം കണ്ടെത്തുന്ന കുറെ ആൾക്കാർ, അതാണ് പ്രസക്തം. അതെ, അതാണ് ഇവരെയൊക്കെ അസ്വസ്ഥമാക്കുന്നത്. അരുൺകുമാറിന്റെ മെഴുകല് ഏറ്റില്ല, ഇനിയെങ്കിലും കുറച്ച് സാമാന്യ മര്യാദ കാണിക്കണം.